ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച രാജമാൾ എന്ന ചെറുകഥ കേൾക്കാം. രാജമാൾ. ദാ നോക്കൂ, ഒരു കുടം വെള്ളം തലയിൽ വെച്ച് മറ്റേ കുടം ഒക്കത്ത് വെച്ച് നടന്നു വരുന്ന സ്ത്രീയുണ്ടല്ലോ, അവരാണ് രാജമാൾ. അയാൾ സുനുവിനോട് പറഞ്ഞു. പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള ഭർത്താവിൻ്റെ ജോലിസ്ഥലവും അവിടുത്തെ ആളുകളെയും ഒക്കെ കാണാൻ എത്തിയതായിരുന്നു സുനു എന്ന നവവധു. തികച്ചും അപ്രതീക്ഷിതമായാണ് ഇന്നലെ അവളും പുറപ്പെട്ടത്. വിവാഹത്തിന് ശേഷം ഒരു യാത്ര പോലും പോകുവാൻ കഴിഞ്ഞില്ലെന്ന കുറ്റബോധം മനസ്സിൽ ബാക്കി കിടക്കുന്നതുകൊണ്ട് അവൾ പുറപ്പെട്ടപ്പോൾ അയാൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. എത്ര ദിവസാ ഓളിങ്ങനെ ഈടെ തനിച്ചിരിക്കുക? നിനക്ക് ഓളെ ഒന്ന് കമ്പനിയിലേക്ക് കൂട്ടിയാൽ എന്താ? അമ്മയുടെ ഒത്താശയോടെയാണ് അവളുടെ പുറപ്പാടെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് മലയുടെ വിജനതയിലുള്ള കമ്പനി വക ക്വാർട്ടേഴ്സിലെത്തിയത്. വരാൻ പോകുന്ന ഷുഗർ ഫാക്ടറിയുടെ സൈറ്റ് സൂപ്പർവൈസറായിരിക്കവെയാണ് അയാളുടെ കല്യാണം കഴിഞ്ഞത്. സുനു പുറത്ത് വെയിൽ കായുകയാണ്. ഇവിടെ രാവിലെ വെയിൽ തെളിയും, രാത്രി നല്ല തണുപ്പ്. മഴ തുടങ്ങിയാൽ പിന്നെ ഇടതടവില്ലാതെ പെയ്യുന്ന മഴ. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് വലിയില്ല. റോഡും പറമ്പുമൊക്കെ നിറയും. മഴക്കാലത്തും കുടിക്കാനും കുളിക്കാനുമൊക്കെ വെള്ളമെടുക്കണമെങ്കിൽ വട്ടുലക്കി ലക്ഷം വീട് കോളനിയിലേക്ക് മുന്നിലുള്ള പൈപ്പ് വരെ പോകണം. ക്വാർട്ടേഴ്സിന് മുന്നിലെ റോഡിനപ്പുറം ട്രൈബൽ മിഷൻ വക പള്ളി. പള്ളിക്ക് പുറകിലൂടെ ശിരുവാണിപ്പുഴ ഒഴുകുന്നുണ്ടെങ്കിലും ആടി മാസത്തിൽ മാത്രമേ വെള്ളം കാണൂ. സുനു മുറ്റത്ത് രാജമാളുമായി സംസാരിക്കുകയാണ്. രാജമാൾ വെള്ളം കൊണ്ടുവന്ന് തന്നാലേ കുളിയും പ്രഭാത കൃത്യങ്ങളും ചെയ്യാനാകൂ. രാവിലെ രാജമാൾ എത്തിച്ചു തരുന്ന 2 നട വെള്ളത്തിലാണ് ഒരു ദിവസത്തെ ദിനചര്യകളൊക്കെ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കുടം വെള്ളം എത്തിച്ചു തരുന്നതിന് രാജമാളിന് 5 രൂപ കൂലി കൊടുക്കണം. എന്നും രാവിലെ വെള്ളം എത്തിച്ചു തന്നിട്ടേ രാജമാൾ കൽവായിക്ക് പണിക്ക് പോകുകയുള്ളൂ. വെള്ളം മാത്രമല്ല, രാവിലെ കുടിക്കാൻ ചായയും ഉപ്പുമാവോ ദോശയോ തയ്യാറാക്കി തരുന്നതും രാജമാളാണ്. അല്ലെങ്കിൽ ഭക്ഷണം കിട്ടണമെങ്കിൽ 4 കിലോമീറ്റർ നടന്ന് ആനക്കട്ടിയിലെത്തണം. ഇന്ന് സുനു കൂടെയുള്ളത് കൊണ്ട് 4 നടയെങ്കിലും വെള്ളം വേണം. പിന്നെ പ്രാതൽ, ഉച്ചഭക്ഷണം. ഇന്ന് ഞാൻ കൽവായിക്ക് പോണില്ല സാർ, ഇന്നേക്ക് പുതുപ്പെണ്ണ് വന്നിരിക്കതല്ലേ. താനിതെങ്ങനെ രാജമാളിനോട് പറയും എന്ന് ആലോചിക്കുമ്പോഴാണ് അവരത് ഇങ്ങോട്ട് പറഞ്ഞത്. താൻ സൈറ്റിലേക്ക് പോയി കഴിയുമ്പോൾ ഈ വിജനതയിൽ സുനു ഒറ്റയ്ക്ക്. എങ്ങളുടെ സാറുടെ പൊണ്ടാട്ടി നിങ്ങൾ തണ്ണി ഏതിക്കൂടാതെ. മുറ്റത്ത് രാജമാളിനൊപ്പം കുടവുമെടുത്ത് വെള്ളമെടുക്കാൻ പുറപ്പെട്ട സുനുവിനെ തടയുകയാണവർ. 3 വർഷമേ ആകുന്നുള്ളൂ ഈ കമ്പനിയിൽ അയാൾ ജോലിക്ക് ചേർന്നിട്ട്. തമിഴ്നാടിനോട് ചേർന്നുള്ള അതിർത്തി ഗ്രാമത്തിൽ ആദ്യമായി ജോലി കിട്ടിയപ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോയാൽ മതിയെന്നായിരുന്നു ചിന്ത. പിന്നെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ തുടങ്ങി. ഗ്രാമീണരായ ആദിവാസികളുടെ നിഷ്കളങ്കമായ പെരുമാറ്റം തന്നെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയത് പതുക്കെ അയാൾ അറിഞ്ഞു. ക്വാർട്ടേഴ്സിന് ഇടതുവശത്തായി കുന്നിൻ പുറത്ത് കാണുന്നതാണ് രാജമാളുടെ കുടുംബം. മുറ്റത്ത് കാൽപ്പെരുമാറ്റം കേട്ടു. രാജമാളിൻ്റെ പാട്ടിയാണ്. സുനു വന്നതറിഞ്ഞ് വന്നതാണവർ. സുനുവിനെ കണ്ട മാത്രയിൽ വിരലുകൾ മടക്കി തലയ്ക്കിരുവശവുമായി വിരലമർത്തി ഞെട്ടുകളുടച്ച് ആ വൃദ്ധ അവരുടെ സന്തോഷം അറിയിച്ചു. ഒപ്പം മടിയിൽ കരുതിയിരുന്ന സിന്ദൂരമെടുത്ത് സുനുവിൻ്റെ നെറുകയിൽ ചാർത്തി. എന്താണ് ചെയ്യുന്നതെന്നറിയാതെ തരിച്ചു നിൽക്കുകയായിരുന്ന സുനുവിൻ്റെ കവളിൽ തലോടി പാട്ടി ചെറിയൊരു പുഞ്ചിരിയോടെ പുറത്ത് തന്നെ കാത്തുനിന്ന ആട്ടിൻകൂട്ടങ്ങളെ റോഡിലൂടെ മലയിലേക്ക് തെളിയിച്ചു. റോഡിലൂടെ നിരനിരയായി പോകുന്ന പല നിറത്തിലുള്ള നിറകുടങ്ങൾ. അതെന്നും നിറമുള്ള കാഴ്ചയാണ്. സുനു കൂടി വന്നതുകൊണ്ടാവാം സൈക്കിളിൽ കുടം വച്ച് കെട്ടി വെള്ളവുമായി രാജമ്മാളിനൊപ്പം അവളുടെ പുരുഷൻ കൂടി വന്നു. സുനുവിനിതെല്ലാം പുതുമയുള്ള കാഴ്ചകളായിരുന്നു. സൈറ്റിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ സന്ധ്യയോടടുത്തിരുന്നു. സന്ധ്യയിൽ അവൾ സുന്ദരിയും സന്തോഷവതിയുമായിരുന്നു. താൻ വൈകിയതിൻ്റെ പരിഭവമൊന്നും അവളുടെ മുഖത്ത് കണ്ടില്ല. രാത്രി കിടക്കുമ്പോൾ സുനു പറഞ്ഞു, നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു വീടെടുത്ത് താമസിച്ചാലോ? അമ്മയെ കൂടി ഇങ്ങോട്ട് കൂട്ടിയാൽ പോരെ? മറുപടിയൊന്നും പറയാതെ വെളിച്ചം കടക്കാനായി വച്ച ഇടച്ചില്ലിനിടയിലൂടെ നിലാവ് നോക്കി കിടക്കവേ അവൾ വീണ്ടും പറഞ്ഞു, എന്ത് നല്ല മനുഷ്യർ, പാട്ടിയും രാജമാളുമൊക്കെ. പക്ഷെ വെള്ളം മാത്രമാണ് ഇവിടുത്തെ വില്ലൻ. ദേ കേൾക്കുന്നുണ്ടോ? സുനു പറഞ്ഞത് ശരിയാണ്. തൻ്റെ കമ്പനിയുടെ ഷുഗർ ഫാക്ടറി വന്നാലും വെള്ളമില്ലാതെ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ കരിമ്പ് കൃഷി ചെയ്യുമെന്നാണ് അയാളപ്പോൾ ചിന്തിച്ചത്. നമുക്ക് പൈപ്പ് കണക്ഷൻ ക്വാർട്ടേഴ്സിലേക്ക് എടുത്താൽ എന്താ? സുനുവും വെള്ളത്തെക്കുറിച്ചാണ് അപ്പോൾ ചോദിച്ചത്.
സുനുവിൻ്റെ ചോദ്യം രാത്രിയിലും കാറ്റാടി ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് JCB കൊണ്ട് മലകൾ നിരത്തുന്നതിൻ്റെ ശബ്ദത്തിനൊപ്പം അനാഥമായി. പുറത്ത് അപ്പോഴും മല്ലീശ്വരൻ മുടി താണ്ടിയെത്തുന്ന വേവുള്ള വിള്ളറി പിടിച്ച കാറ്റായിരുന്നു. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച രാജമ്മാൾ എന്ന ചെറുകഥയാണ് കേട്ടത്.